താരസംഘടനയായ അമ്മയുടെ കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് കരാറിൽ പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെ ഗുരുതര ആരോപണമാണ് ഇന്നു രാവിലെ ഒരു വിഭാഗം നടിമാർ ഉന്നയിച്ചത്. നടി അൻസിബ ഹസന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം നടിമാരാണ് ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് നടി മാല പാർവതി വെള്ളി നക്ഷത്രത്തോട് വ്യക്തമാക്കുന്നു. ചേച്ചി, നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പം 15 കോടി കിട്ടും BJP നേതാവായിട്ട് വീഡിയോ ഒരു സംഭവം പുറത്തുവിട്ടല്ലോ, പുറത്തുവിട്ടല്ല, അവരുടെ ഒരു ഇന്റർവ്യൂ ആണത്. അതൊന്ന് ചേച്ചി അതൊന്ന് വിശദീകരിച്ച് പറയാമോ? എന്താണ് അതിനകത്ത്? അതായത് നമ്മള് ഇങ്ങനെ കാണുകയാണ് ഈ വീഡിയോ. 15 കോടി രൂപ അദാനിയിൽ നിന്നും വരുമെന്ന് അങ്ങനെ ശ്വേത കൊണ്ടുവരാനിരിക്കുകയായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. മനസ്സിലായോ? അങ്ങനെ ഒരു വീഡിയോ. അപ്പൊ നമ്മളിത് കാണുമ്പോൾ നമുക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച വന്നിട്ടുണ്ടോ, ഇത് തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാർക്കൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ് ശ്വേതയെ എല്ലാവരെയും കൂടെ പുറത്താക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ അവർ സംസാരിക്കുന്നു. ശ്രമിക്കുമ്പോൾ അവരെ പുറത്താക്കാൻ വേണ്ടി ഒരു വിഭാഗം രംഗത്ത് വന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. അത് എങ്ങനെ കൊണ്ടുവരുന്നെന്ന് നമുക്കറിയില്ല. ഇത് തീരുമാനം എടുത്ത് ഏത് സ്പോൺസർഷിപ്പ് ആണോ, എന്താണ് ഡൊണേഷൻ ആണോ, നമുക്കതൊന്നും അറിയില്ല. ഇത് ഞാൻ ചോദിച്ചത് മാഡം, പിന്നെ പത്മജ മാഡം BJPയുടെ സംസ്ഥാന നേതാവാണ്. അവർക്ക് എങ്ങനെ അമ്മയുടെ കാര്യങ്ങൾ അറിയും ഇത്ര കൃത്യമായിട്ട്? എങ്ങനെയാണോ അവർക്ക് അറിയുന്നത്? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ ഞങ്ങൾക്കും അറിയാത്ത കാര്യം അവർ പറയുന്നുണ്ടല്ലോ, എങ്ങനെയാ അത് പറയുന്നതെന്ന് ചോദിച്ചതേ ഉള്ളൂ. ഇത് എത്ര വിഷയമാക്കണ്ട. ഞങ്ങൾ BJP അറ്റാക്ക് ചെയ്യുക, BJPയെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുകയൊന്നും അല്ലാരും ചെയ്തത്. ഞങ്ങൾ സംസാരിക്കുന്ന ഇവർക്ക് എങ്ങനെ ഇത് അറിയാം? അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച വരാത്ത, തീരുമാനിക്കാത്ത ഒരു കാര്യം അദാനി ഗ്രൂപ്പിൽ വരുമെന്ന് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എങ്ങനെ പറയുന്നു? അവർക്ക് എങ്ങനെ ഇത് അറിയാം? അമ്മയില് ജനറൽ ബോഡി പറഞ്ഞിട്ടില്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടില്ല. അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെ പറയുന്നു? അപ്പൊ ഇതിനകത്ത് മറ്റ് അഴിമതികളും മറ്റു പലരും ആരോപിക്കുന്നുണ്ടല്ലോ, അതായത് ഇതിനകത്ത് സാമ്പത്തിക അഴിമതിയുണ്ട് എന്നൊക്കെ പറയുന്നു. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? അപ്പൊ അതിനകത്ത് കണക്കില് വ്യക്തത ഉണ്ടായിരുന്നില്ല. അവരത് ക്ലാരിറ്റിയോട് പറയണമായിരുന്നു. ഈ ബാബുരാജിന്റെ സമയത്തെ കണക്കും ഇവരാണ് അവതരിപ്പിക്കേണ്ടിയിരുന്നത്. അതായത് അഡ്ഹോക് കമ്മിറ്റിക്ക് കണക്ക് കാണിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതി ആ കണക്ക് കാണിക്കണം. അപ്പോ നമ്മളെ ഇലക്ഷൻ സമയത്ത് നടന്ന ജനറൽ ബോഡിയിൽ ഇവരോട് പറഞ്ഞത് കൃത്യം 3 മാസത്തിനുള്ളിൽ നമ്മൾക്ക് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് വരണം, നേരത്തെ അഡ്ഹോക് കമ്മിറ്റിയുടെ എന്ന് പറഞ്ഞാണ് വിട്ടത്. ഇവര് 10 മാസം ഭരിച്ചല്ലോ. 10 മാസം ഭരിച്ചതിന് ശേഷം ഇവര് കണക്ക് കാണിക്കുന്നില്ല, കണക്ക് തന്നില്ല. അപ്പൊ ചോദ്യം ഉണ്ടായി. അപ്പൊ ബാബുരാജ് കണക്ക് തന്നില്ല, കണക്ക് അവര് തമ്മിൽ വഴക്കായി. അപ്പൊ ബാബുരാജിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ എന്നായി ഞങ്ങൾ കണക്ക് കാണിക്കാൻ തരാനായിട്ടേ. അപ്പൊ ബാബുരാജിന് നോട്ടീസ് കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ നിന്ന് അപ്പു എന്ന് പറഞ്ഞ് കണക്ക് നോക്കിയിരുന്നപ്പോ അതിന് ശമ്പളവും കൊടുത്തില്ല. അപ്പൊ അയാൾ അതെല്ലാം കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതൊക്കെ ഇവര് ചെയ്യേണ്ട കാര്യമില്ല. ഇവർക്ക് 10 മാസം സമയം ഉണ്ടായിരുന്നു. അപ്പൊ ശമ്പളം കൊടുക്കാത്തത് കാരണം അവര് കണക്ക് നോക്കാൻ ഏൽപ്പിച്ച ആള് ഈ പൈസ എല്ലാം കൊണ്ടുപോയെന്നാണോ പറയുന്നത്? പൈസ ഒന്നും കൊണ്ടുപോയിട്ടില്ല, കണക്ക് പുസ്തകം കണക്കാണില്ലാത്തത്. ഓ, അത് ശരി. ഓക്കെ, മനസ്സിലായി. പിന്നെ എന്നിട്ട് നമ്മുടെ ഈ അൻസിബയായിട്ടുള്ള വിഷയത്തില് നമ്മളിപ്പോ അത് കോടതി കയറിയ വിഷയമാണ്. അൻസിബയായിട്ടുള്ള വിഷയം മുസ്ലിം നാമധാരിയായ ഒരു വ്യക്തിയെ വർഗീയവാദിയാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ. അത് സംബന്ധിച്ച് ചേച്ചിക്ക് എന്തെങ്കിലും അവർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടു. എന്നെ വ്യക്തിപരമായി വിളിച്ചിട്ട് ഞാനൊരു പിന്നെ ഇങ്ങനെ 5 പേർ 4 പേരെങ്കിലും മതം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ അതിന് വേറെ പോലത്തെ റിയാക്ട് ചെയ്തു. അവര് പ്രതീക്ഷ പോലെ അല്ല ഞാൻ റിയാക്ട് ചെയ്തത്. അത് പിന്നെ അങ്ങനെ സംസാരിക്കും. ഒരു കൊച്ചുകുട്ടി 10-32 വയസ്സുള്ള പെൺകൊച്ചു, അതിനാണെങ്കിൽ ഒരു മതവും ഇല്ല, ഒന്നുമില്ല, നമ്മുടെ കൂടെ അമ്പലത്തിൽ വരുന്ന ഒരു കൊച്ചാണ്. അപ്പൊ അതെന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയല്ല ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്നും ഇല്ല, സംസാരിക്കും, ഞാൻ മീഡിയയിൽ പോയി സംസാരിക്കാന്ന് പറഞ്ഞപ്പോ സംസാരിക്കരുത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമ കിട്ടില്ല, നിങ്ങൾ സിനിമയിൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടാവില്ല. ശ്വേതയാണ് എന്നോട് പറഞ്ഞത്. അമ്മയുടെ പ്രസിഡന്റാണ് എന്നോട് പറഞ്ഞത് മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. മതം 4 പേര് മതം മാറ്റാൻ ശ്രമിച്ചു എന്നോട് കാഷ്വലായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞതാണ്. ഓ, അത് ശരി. അത് ശരി. അപ്പൊ ഔദ്യോഗിക ഭാരവാഹി തന്നെയാണ് ചേച്ചിയോട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും ആധികാരികമായ തെളിവ് അവരുടെ കയ്യിലുണ്ടോ എന്നെന്തെങ്കിലും പറഞ്ഞു? അല്ല, അത് കഴിഞ്ഞ് അതിപ്പോ നമുക്ക് ലക്ഷ്മിപ്രിയ നേരിട്ട് വന്ന് കേരളത്തിനോട് പറഞ്ഞല്ലോ, പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ അവര് മതതീവ്രവാദിയാണ്, അവരുടെ പിന്നിൽ ആൾക്കാരുണ്ടെന്ന്. അപ്പോഴും നമ്മൾ തെളിവ് ചോദിച്ചിട്ടില്ലല്ലോ. അവര് തെളിവ് തരണം. ആരോപണം ഉന്നയിക്കുന്നവർ തെളിവ് തരണം. വെറുതെ പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. മനസ്സിലായി. അപ്പൊ ഇപ്പോഴും നമ്മുടെ അമ്മയുടെ അവസ്ഥ എന്താണ്?
അമ്മയുടെ അവസ്ഥ ഇലക്ഷൻ നടത്തണം. അമ്മയുടെ ഇലക്ഷൻ നടത്തിയിട്ട് ശ്വേതയ്ക്ക് അടക്കം ഇലക്ഷൻ നിന്ന് ജയിച്ച് തിരിച്ചു വരാതിന് നമുക്ക് ഒരു സന്തോഷവും. അവര് നിലവിൽ ഔദ്യോഗികമായിട്ട് രാജിക്കത്ത് നൽകിയിട്ടുണ്ടോ? അവര് ജനറൽ ബോഡിയിലാണ്, നമ്മുടെ അപ്പെക്സ് ബോഡി അല്ലേ, അപ്പെക്സ് ബോഡിയിൽ ഇവര് പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നു പറയുന്നു. പിന്നെ അവർ പറയുന്നത് ഞാൻ രാജിവെച്ചിട്ടില്ല. അവര് പ്രാഥമിക അംഗത്വം ആരും ചോദിച്ചിട്ടില്ല, ഒരാരും അത് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവർ സ്വയം പറഞ്ഞ ഒരു കാര്യമാണ്. അവർ തിരിച്ചു വരികയാണെങ്കിൽ തിരിച്ചു വന്നിട്ട് അവർ ഇലക്ഷനിൽ നിന്ന് ജയിക്കട്ടെ. അപ്പൊ ഇനി അവർക്ക് വേണമെങ്കിൽ ഇലക്ഷനിലൂടെ നേരിട്ട് അവർക്ക് പുതുതായിട്ട് കമ്മിറ്റിയിൽ കയറാനേ പറ്റത്തുള്ളൂ. നിലവിൽ ജനറൽ ബോഡി പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ കോടതിയിൽ നിന്നും കടലാസ് കൊണ്ടുവന്നാലും കയറാം. അതിലൊന്നും ആരും എതിരല്ല. മനസ്സിലായി. കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നൊരു സ്റ്റേ ഉത്തരവെന്തോ അവർക്ക് കിട്ടിയിരുന്നില്ലേ? അല്ല, അത് രമേശ് പിഷാരടി അതിനകത്ത് ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് തുടരാം. മനസ്സിലായി, ബാക്കിയുള്ളവർക്ക് തുടരാം. അഡ്വോ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത് അപ്പെക്സ് ബോഡിയാണ്. അതായത് ഇവരെല്ലാരും മാസ് റെസിഗ്നേഷൻ ചെയ്ത് പോയപ്പോൾ അതിനുള്ള അധികാരം പിന്നെ പേരന്റ്, അതായത് നമ്മുടെ ബൈഡന്റ് ലോ എന്ന് പറയുന്നത് ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് രജിസ്ട്രേഷൻ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് ആണ്. അതിനകത്ത് പറയുന്നുണ്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് അപ്പെക്സ് ബോഡിയാണ് തീരുമാനം എടുക്കുന്നത്. സൊസൈറ്റീസിന്റെ അപ്പെക്സ് ബോഡി ജനറൽ ബോഡിയാണ്. അവരുടെ മുമ്പിലാണ് അവരാണ് പറഞ്ഞത് ഒരു ഭരണസമിതി ഏൽപ്പിക്കാം, താൽക്കാലിക കമ്മിറ്റി ഏൽപ്പിക്കാം ഇലക്ഷൻ നടത്താൻ. മനസ്സിലായി. അപ്പൊ ഇനി നിലവിൽ ഇനി അതെന്തായിരുന്നാലും ഈ ഇപ്പൊ വീണ്ടും ഉയർന്നു വന്ന ഈ അഴിമതി ഈ പറഞ്ഞ അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഇതും കൂടെ ഇനി അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മളിത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ ഒന്നും സംസാരിക്കുകയോ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയോ ഒന്നും അറിയത്തില്ല നമുക്ക്. ഇത് എന്താണെന്ന് ഇവരിങ്ങനെ വേറെ ഒരു CPM-ന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം അമ്മ സംഘടനയിലേക്ക് വേറെ എവിടെന്നെങ്കിലും പൈസ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരാൾ പറഞ്ഞാലും നമ്മൾ ഇടപെടും. എന്തിനാണ് ഇത് പറയുന്നത്? നമ്മുടെ സംഘടനയിലേക്ക് വരുന്നത് ഇതൊരു രാഷ്ട്രീയ ഇതിലേക്ക് ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളത് തോന്നുന്നുണ്ടോ? ഇത് നമ്മൾ സംശയം പ്രകടിപ്പിച്ചതാണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, കേരള സമൂഹം തീരുമാനിക്കട്ടെ. എനിക്കിതിനകത്ത് വ്യക്തമായിട്ട് BJP ഇതിനകത്ത് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനകത്ത് ചില വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രീയം കൊണ്ടുവരാനാണോ അവരുടെ സ്വന്തമായ നേട്ടത്തിനാണോ എന്ന് സംശയം മാത്രം. അമ്മയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, നടക്കുന്നു എന്ന ആശങ്കയുണ്ടെന്ന് പറയാം. മനസ്സിലായി. അപ്പൊ അത്തരത്തിൽ വേറെ എന്തെങ്കിലും ഇതല്ലാതെ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതല്ല, ലക്ഷ്മി പ്രിയന്റെ പ്രസ് കോൺഫറൻസുകൾ എല്ലാം ആശങ്കയുണ്ടാക്കുന്നതാണ്. മതതീവ്രവാദിയാണെന്ന് പറഞ്ഞല്ലോ, അതിന് തെളിവ് തന്നിട്ടില്ലല്ലോ. തെളിവ് തരണല്ലോ. തെളിവ് ആവശ്യപ്പെടുകയാണ്. ഒരാളെ അങ്ങനെ പറഞ്ഞിട്ട് വെറുതെ പോലെ ഒന്ന് തെളിവ് താ.